ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പ്ലസ് ടുവിൽ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തല്ലേ എക്സാം എഴുതി പോയ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ജൂനിയേഴ്സിന് നമ്മൾ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇനി ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഇതിൽ കയറി വന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരോടൊരു കാര്യം പറയട്ടെ കേട്ടോ. അവരോടാണ് ശരിക്കും നമുക്ക് സംസാരിക്കാനുള്ളത്. കാരണം ഈ വർഷം പ്ലസ് ടു എഴുതാൻ വേണ്ടി പോകുന്ന ഇത് അവരാണല്ലോ അല്ലേ. അവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എവിടെ എത്തി നിങ്ങളെ കാര്യങ്ങളൊക്കെ? എവിടെ എത്തി? നിങ്ങളിപ്പോ പിന്നെ പ്ലസ് വൺ കഴിഞ്ഞു, ഇനി പ്ലസ് ടുവിലേക്കാണല്ലോ ചാടുന്നത് അല്ലേ. ഈ പ്ലസ് ടുവിലേക്ക് ചാടി കഴിയുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ പ്ലസ് വണ്ണിലൊക്കെ നമ്മൾ പക്ക പറഞ്ഞ പോലെ തന്നെ വരുന്ന പക്ക അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഇനി പ്ലസ് ടു സാറേ എങ്ങനെ പഠിച്ചു തുടങ്ങണം അല്ലേ? പ്ലസ് ടു പഠിച്ച് തുടങ്ങടാ, സ്റ്റാർട്ട് ചെയ്യും. എന്തിനാണ് വെക്കേഷനിൽ ഓരോ ടൈം എന്തിനു വേസ്റ്റ് ആക്കുന്നത്? എനിക്ക് ഇപ്പോഴും ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിലും കാസർഗോഡ് നിന്നാണെങ്കിലും ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട്. അവരൊക്കെ എന്ത് ചെയ്ത് അറിയോ? ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങി. സ്കൂളിലേക്ക് കയറുന്നതിന് മുന്നേ ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ഓരോരുത്തർ 2 യൂണിറ്റ് ഒക്കെ എന്ത് ചെയ്തു, പല ആളുകളും ഇംഗ്ലീഷിലേക്ക് കവറപ്പ് ചെയ്തു. അതെങ്ങനെയാണെന്ന് അറിയോ? റാൻസിന്റെ നമ്മളെ ഈ ഷുവറൈറ്റി എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്, അത് പർച്ചേസ് ചെയ്തുകൊണ്ട് 2 യൂണിറ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ ഇംഗ്ലീഷ് കവർ ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയോ? സയൻസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പൊ ഈ ഇംഗ്ലീഷിന്റെ ക്ലാസ് മാത്രം പർച്ചേസ് ചെയ്ത കുട്ടികൾ പിന്നെ നമ്മുടെ സയൻസിന്റെ ബാച്ചിനെ കുറിച്ച് അറിഞ്ഞു. നമുക്ക് പ്ലസ് ടു ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. പ്ലസ് ടു സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സും ഷോർട്ട് നോട്ട്സും ബെസ്റ്റ് ഫാക്കൽറ്റി ലൈനപ്പും റെക്കോർഡ് സെഷൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ നല്ല പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് 5999 രൂപക്ക് നിങ്ങൾക്ക് ഒരു കിഡിലൻ പാക്കേജിനെ നമ്മൾ തരുന്നുണ്ട്. ഇതിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, അതും എക്സ്പേർട്ട് ഫാക്കൽറ്റി കേട്ടോ. എങ്ങനെ എക്സ്പേർട്ടാന്ന് വെച്ചാൽ ഓഫ്ലൈനിൽ കിഡിലൻ ക്ലാസ് എടുക്കുന്ന വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ കിഡിലൻ ക്ലാസ്സുകളും അതുപോലെ പിന്നെ നമ്മുടെ നീറ്റ് JEE ഒക്കെ ഉണ്ടാവില്ലേ, ഇതുപോലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മക്കളെ. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഒരു കാര്യം കേട്ടോളൂ, നിങ്ങൾ എന്തിനായി കാത്തിരിക്കുന്നത്? പ്ലസ് ടു സ്കൂൾ തുറക്കട്ടെ അങ്ങനെ കാത്തിരിക്കൊന്നും വേണ്ട, ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്തിട്ട് പഠനം ആരംഭിക്കണ. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒരു ക്വാർട്ടർലി എക്സാമിനുള്ള പഠനങ്ങൾ സെറ്റാക്കി വെക്ക്. അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഫ്രീ ആയല്ലേ നിങ്ങൾ അല്ലേ. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് കുറച്ച് ആരവും അല്ലേ, ഫ്രഷേഴ്സ് ഡേ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ, പിന്നെ ചാപ്റ്റേഴ്സ് സ്കൂള് എടുത്ത് തുടങ്ങുന്നതിന് മുന്നേ നമ്മളത് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹാപ്പി ആയിട്ട് അങ്ങനെ ഓരോ സെലിബ്രേഷൻ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? സോ ഡു ജോയിൻ റൈറ്റ് നൗ. സി ഫോർ മോർ ഡീറ്റെയിൽസ് ഓർ ഫോർ അഡ്മിഷൻ കോൺടാക്ട് ദിസ് നമ്പർ. അപ്പോൾ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ കട്ടക്ക്. ഇംഗ്ലീഷ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ ഭാഗം ഞാൻ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഞാൻ പൊളിച്ചു തരും. ബാക്കി ഓരോ വിഷയങ്ങളും നമ്മുടെ ഫാക്കൽറ്റീസിനെ ട്രസ്റ്റ് ചെയ്തോളൂ. പക്ക ലെവലാക്കി തരാൻ വേണ്ടിയിട്ട് റാൻസ് നിങ്ങളുടെ കൂടെ കട്ടക്ക് ഉണ്ടാവും. നിങ്ങൾ പ്ലസ് ടുവിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പ്ലസ് ടു സീനിയർ, ഇപ്പൊ നിങ്ങൾ സീനിയേഴ്സ് ആണല്ലോ അവരൊക്കെ അല്ലേ, അവരോട് ചോദിച്ചു നോക്കൊണ്ടു റാൻസ് നിങ്ങളുടെ കൂടെ കട്ടക്ക് ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടാവൂടാ. ഞങ്ങൾ വലിയ കൊമ്പന്മാരൊന്നും അല്ല, പക്ഷേ ഒരു കാലത്ത് ഞങ്ങൾ വരും, ഞങ്ങളും കൊമ്പ് കുലുക്കിയിട്ട് രാജാവിനെ പോലെ അല്ലേ. മറ്റേ എന്താ പറയാ, എൻ്റെ സുഹൃത്തിന് ഒരു ആന ഉണ്ട് കേട്ടോ. ആനന്റെ ഒരു ഭ്രാന്തനാണ് അവന്. അപ്പൊ അവൻ പറയും നെറ്റിപ്പട്ടുള്ള ആനയെ പോലെ അല്ലേ ഞങ്ങളും ഒരു കാലത്ത് മുന്നിൽ വരും. ഇപ്പോഴേ ഞങ്ങളുടെ കൂടെ നിന്നോ, നമുക്ക് കാണാടാ. ഈ കേരളം ഇനി ഭരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പക്ഷേ റാൻസ് ആയിരിക്കും. See you there.